നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ടാപ്പിങ്ങിന്റെ സമയത്തെക്കുറിച്ചാണ്. നമ്മൾ സാധാരണ എല്ലാവരും വെളുപ്പാങ്കാലത്ത് 3 മണി തൊട്ട് ടാപ്പിങ്ങിന് ഇറങ്ങും. പക്ഷേ നമ്മൾ 105 ഇനത്തിൽപ്പെട്ട മരങ്ങളാണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പാല് വീണ് തീരും. പക്ഷേ നമ്മൾ ഇപ്പോൾ പുതിയ ഇനം ഉണ്ടല്ലോ 414, ആ മരത്തിൽ ആ ഇനം മരമാണെങ്കിൽ നമുക്ക് എങ്ങനെയായാലും ഒരു 4 മണിക്കൂർ കഴിയാതെ പാല് വീഴ്ച തീരുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള മരത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകിട്ട് ഒരു 4 മണിക്ക് ശേഷം ടാപ്പ് ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് പാലെടുക്കാനായിട്ട് പറ്റും. കാരണം പറഞ്ഞാൽ പാലിന് കട്ടി കുറവായതുകൊണ്ട് പാല് പിറ്റേന്നത്തേക്ക് ഉറഞ്ഞു പോകത്തില്ല. പക്ഷേ 105 ഇനത്തിൽപ്പെട്ട മരത്തിൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്നാകുമ്പോഴത്തേക്ക് അത് ഉറഞ്ഞു പോകും. കാറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്ക് ഉറഞ്ഞു പോകും. നമ്മൾ ഈ ഷെയ്ഡിട്ട മരത്തെ മാത്രമേ നിങ്ങളങ്ങനെ പരീക്ഷിക്കാവുള്ളൂ വൈകിട്ട് വെട്ടണം. അപ്പം ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു മരം ടാപ്പ് ചെയ്തതിനു ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. എന്നാൽ നമുക്കൊരു റബ്ബർ മരം ടാപ്പ് ചെയ്യാം. ആദ്യം ഇതുപോലെ നമുക്ക് ഒട്ടുപാൽ വലിച്ചിളക്കാം. അതിനുശേഷം നമുക്ക് ഈ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ചീവി എടുക്കാം. അപ്പം നമ്മൾ ഈ ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരത്തിന്റെ ഇനം അനുസരിച്ച് നമ്മൾ ടാപ്പിംഗ് രീതി മാറ്റി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം നമ്മൾ ഈ 414 ഇനത്തിൽപ്പെടുന്ന മരങ്ങൾക്ക് പാല് വീഴ്ച തീരത്തില്ല. അപ്പം അങ്ങനെയുള്ള റബ്ബർ മരങ്ങൾക്ക് നമുക്ക് വൈകുന്നേരങ്ങളിൽ നമ്മൾ ടാപ്പ് ചെയ്ത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 500 മരം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിറ്റേന്ന് ഒരു വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിട്ട് വീണ്ടും നമുക്ക് ഒരു 500 മരം ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് സുഖമായിട്ട് തന്നെ നമുക്ക് 1000 മരം നമുക്ക് ഒരു ദിവസം ടാപ്പിംഗ് നടക്കും. പിന്നെ അതുകൂടാതെ നമ്മൾ രാവിലെ വെളുപ്പാങ്കാലത്ത് ടാപ്പിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആദ്യം തലേന്ന് വൈകിട്ട് ടാപ്പ് ചെയ്തതിൻ്റെ പാല് നമുക്ക് എടുക്കുകയും ചെയ്യാം. അത് എടുത്ത് ഉറയൊഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ രണ്ടാമത് ഈ വെട്ടിയ മരത്തിൻ്റെ പാല് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഇതുണ്ട്, ഒരു ലാഭമുണ്ട്, നമുക്ക് ജോലിയിൽ ലാഭമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സാധാരണ രാവിലെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പാലെടുത്ത് കഴിഞ്ഞാലും പിന്നെ പാൽ വീഴ്ച നിൽക്കുന്നില്ല, പിന്നെ വീണുകൊണ്ട് ഇരിക്കും. അപ്പം നമുക്ക് ആ ഉടമസ്ഥന് പൂർണ്ണമായിട്ടുള്ള ആ പാല് നമുക്ക് റബ്ബറിൽ നിന്ന് കിട്ടുന്നില്ല. കാരണം പിന്നെ വടിവാട്ട് അവിടെ കിടക്കും. അപ്പം അതാണ് ഈ വൈകുന്നേരങ്ങളിൽ പകുതി മരം വെട്ടിയിട്ട് വെളുപ്പാങ്കാലത്ത് ബാക്കി പകുതി മരം വെട്ടിയാലുള്ള ഗുണങ്ങളെന്ന് പറയുന്നത്. അപ്പം ഞാൻ അടുത്തൊരു മരം കൂടെ ടാപ്പ് ചെയ്ത് കാണിക്കാം. നമുക്കൊന്ന് അടുത്തൊരു റബ്ബർ മരം ടാപ്പ് ചെയ്യാം. നമുക്ക് ആദ്യം ഇതേപോലെ ഒട്ടുപാൽ ഇളക്കാം. ഇതേപോലെ ഒട്ടുപാൽ നമുക്ക് വലിച്ചിളക്കാം. അതിനുശേഷം നമ്മൾ ചെറിയ കഷണങ്ങളായിട്ട് ഇങ്ങനെ നമ്മൾ ചീവിയാണ് എടുക്കുന്നത്. നമ്മുടെ കത്തിയുടെ ഊക്ക് എപ്പോഴും വെളിക്കോട്ടായിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ നേരെ ആകുമ്പോഴത്തേക്ക് നമ്മൾ മരത്തെ കൊള്ളാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ടാപ്പിംഗ് പരിചയമില്ലാത്തവരാണെങ്കിൽ നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ പുറത്തോട്ട് വരണം. ഉണ്ടോ ഇങ്ങനെ പുറത്തോട്ട് വരണത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പുറത്തോട്ട് വരണം. എന്നിട്ട് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കത്തി ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യും. ചെറിയ കഷ്ണങ്ങളായിട്ട് തെളിയാനുണ്ടെങ്കിൽ ഇച്ചിരി അകത്തോട്ട് നമുക്ക് തെളിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ വൈകിട്ടും രാവിലെ ആയിട്ട് 2 പ്രാവശ്യം ടാപ്പ് ചെയ്യുമ്പോഴെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ജോലിഭാരം നമുക്ക് കുറേ റെസ്റ്റ് കിട്ടും. കാരണം നമ്മൾ ഈ ടാപ്പിംഗ് ചെയ്യുന്നവർക്കെന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഇല്ല. നമ്മളൊരു റബ്ബർ മരം വെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വെട്ട് തീരുന്നതോടെ നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കണം. ആദ്യം നമ്മൾ റബ്ബർ വെട്ടി, അതിനിടയ്ക്ക് റെസ്റ്റ് ഇല്ല. പിന്നെ വെട്ടിയതിന് ശേഷം വന്നിട്ട് പിന്നെ നമ്മൾ ഉടനെ പാലെടുക്കുന്നു, ഉറയൊഴിക്കുന്നു, ഷീറ്റ് അടിക്കുന്നു. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് റെസ്റ്റ് കിട്ടുന്നില്ല. ഇങ്ങനെ ഈ രീതിയിലാകുമ്പം നിങ്ങൾക്ക് വൈകുന്നേരം കുറച്ച് മരം വെട്ടി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. പിന്നെ രാവിലെ വന്ന് വെട്ടിയാൽ മതിയല്ലോ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഇത് എല്ലാ റബ്ബർ മരങ്ങളിലും പറ്റത്തില്ല. പാൽ വീഴ്ച നിൽക്കാത്ത മരങ്ങളിൽ മാത്രമേ പറ്റത്തുള്ളൂ. 105 ഇനത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കത്തില്ല. ഇപ്പോൾ ഇറങ്ങിയ 414 ഇനത്തിൽപ്പെട്ട മരങ്ങൾക്കാണ് ഇത് വളരെയേറെ പ്രയോജനം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യമൊന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ പറഞ്ഞ രീതിയിൽ ഞാൻ 105 മരം നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് രാവിലെ ആയപ്പോഴത്തേക്ക് അത് ഉറഞ്ഞു പോയി. കാരണം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറത്തെ പാൽ വീഴ്ചയേ ഉള്ളൂ ഈ 105 മരത്തിന്.
414 മാത്രമേ ഉള്ളൂ പിന്നെ കൂടുതൽ നേരം അതിന് പാലിന് കട്ടിയും കുറവാണ്. 414 ഇനത്തിൽപ്പെട്ട മരത്തിന് പാൽ വീഴ്ച കൂടുതലുണ്ടെന്ന് ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. എനിക്കിവിടെ 414 മരമില്ല. അപ്പം മറ്റുള്ളവർ അനുഭവം വെച്ചിട്ടാണ് അവരങ്ങനെ പറഞ്ഞത്. കാരണം പറഞ്ഞാൽ നമ്മൾ ഈ 414 മരം വെട്ടി കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ ആയാലും ഒരു 3-4 മണിക്കൂർ പുറത്ത് പാൽ വീഴ്ചയുണ്ട്. പാല് കട്ടി കുറവായതുകൊണ്ട് അത് പാൽ ഉറഞ്ഞു പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ചിലർ നമ്മളോട് ചോദിച്ചായിരുന്നു നിങ്ങൾ ലൈക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിലും സാമ്പത്തികം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ലൈക്ക് ചെയ്യുന്നതിനോ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോ നമുക്ക് യാതൊരുവിധ സാമ്പത്തികവും ഇല്ല. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മൾ ഒരു വീഡിയോയുടെ അടിക്ക് ഒരു ലൈക്ക് വരുമ്പം ഇത്ര എൻ്റെ വീഡിയോ കണ്ട് 500 പേര് ലൈക്ക് കിട്ടി കഴിയുമ്പോൾ നമുക്കൊരു സംതൃപ്തി, അത്രയേ ഉള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോ എല്ലാം അവർക്കവിടെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും, എനിക്കതിൽ വ്യൂസ് കൂടും. അപ്പോൾ അങ്ങനെ 2 പ്രയോജനമാണ് നമുക്കതിലുള്ളത്. അപ്പം ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.